ഇന്നത്തെ വചനചിന്ത ധൈര്യപ്പെടുവിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ലോകത്ത് കഷ്ടമുണ്ട്. എന്നാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി യേശു താങ്കളുടെ കൂടെയുണ്ട്. താങ്കളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കി താങ്കളെ വിധിക്കുന്ന ഒത്തിരി പേരുണ്ടാകാം. എന്നാൽ ദൈവം താങ്കളെ വിധിക്കാതെ, താങ്കളായിരിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും, താങ്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, താങ്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആർക്ക് പരിഹരിക്കാത്ത വിഷയങ്ങളാണെങ്കിലും ധൈര്യപ്പെട്ടിരിക്കുക. കാരണം താങ്കളെ വിടിവിപ്പാൻ യേശുവിന് കഴിയും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുക മാത്രമല്ല, കൂടെ ഇരിക്കുന്ന ദൈവം. ഭയപ്പെട്ട് ആരെന്നെ സഹായിക്കുമെന്ന് ചുറ്റും നോക്കുമ്പോൾ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവം, നിൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവമെന്ന് പറയുമ്പോൾ ദൈവശബ്ദം കേട്ട് ബലഹീനതകൾ മാറും. ദൈവം ഈ നിമിഷം താങ്കളെ ശക്തീകരിക്കും. മറ്റാർക്ക് സഹായിക്കാൻ സാധിക്കാത്ത വിഷയങ്ങളാണോ, യേശു താങ്കളെ സഹായിക്കും. ഒത്തിരി പേർ പ്രതികൂലം കടന്നു വരുമ്പോൾ മാറി നിൽക്കാറുണ്ട്. എന്നാൽ എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവകരം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കും. താങ്കൾ ധൈര്യപ്പെടുക, യേശു കൂടെയുണ്ട്. ഈ ലോകത്തിൽ എന്തൊക്കെ കഷ്ടതകൾ കടന്നു വന്നാലും കഷ്ടങ്ങളെ കണ്ട് എന്തിനു ഭാരപ്പെടണം? വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ആകാശത്തിൻ്റെ വാതിൽ തുറന്ന് താങ്കൾക്കുള്ള അനുഗ്രഹങ്ങളെ അയച്ചു തരും. താങ്കൾ കർത്താവ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവ് താങ്കളെ കരം പിടിച്ച് നടത്തും. വചനം ശ്രവിക്കുന്ന താങ്കളുടെ കഷ്ടകാലത്ത് താങ്കളുടെ മിത്രങ്ങൾ പോലും താങ്കളുടെ മുൻപിൽ വാതിലടച്ചേക്കാം. താങ്കൾ ഭയപ്പെടുകയോ കരയുകയരുത്. എന്തെന്നാൽ കർത്താവ് താങ്കൾക്കായി ശ്രേഷ്ഠമായ മറ്റൊരു വാതിൽ തക്ക സമയം തുറക്കും. ഇപ്പോഴുള്ള കഷ്ടതകൾ, ഒറ്റപ്പെടലുകൾ നാളത്തേക്കുള്ള അനുഗ്രഹത്തിന് കാരണമായി മാറും. കർത്താവ് താങ്കളെ കാണുന്നുണ്ട്. കർത്താവ് താങ്കളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. താങ്കൾ അനുഭവിക്കുന്ന കഷ്ടത വെള്ളം പോലെ ഒഴുകിപ്പോകും. താങ്കളുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ദൈവിക പദ്ധതിക്കനുസരിച്ച് ചലിക്കുക. ദൈവകരം താങ്കൾക്ക് വേണ്ടി ഈ നിമിഷം ചലിക്കും. വചനം ശ്രവിക്കുന്ന താങ്കൾ എത്ര തകർന്ന സാഹചര്യത്തിലാണെങ്കിലും ദൈവം താങ്കളെ തിരിച്ചു കൊണ്ടുവരും. എന്തെല്ലാം സംഭവിച്ചാലും, എത്ര വെല്ലുവിളികൾ ഉയർന്നാലും, ശത്രുക്കൾ ചുറ്റും വളഞ്ഞാലും, ശത്രുക്കൾ താങ്കൾക്കെതിരെ ആയുധങ്ങൾ മൂർച്ച കൂട്ടിയാലും, മറ്റാർക്കും താങ്കളെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിലും താങ്കളെ നശിപ്പിച്ചു കളയുവാൻ ഒരു ശക്തിക്കും താങ്കളെ യേശു വിട്ടുകൊടുക്കത്തില്ല. എന്തെന്നാൽ യേശു താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾ നശിച്ചു പോകുവാൻ യേശു സമ്മതിക്കത്തില്ല. ഇപ്പോൾ എല്ലാം തകർന്ന അവസ്ഥയിലായിരിക്കാം, എങ്കിലും വിശ്വസിക്കുക. വെട്ടിമാറ്റിയാലും വൃക്ഷം തളിർക്കുകയും വളരുകയും ചെയ്യുന്നത് പോലെ മുറിച്ചു മാറ്റപ്പെട്ട അവസ്ഥകളിൽ നിന്നും യേശു താങ്കളെ വൻ വൃക്ഷമാക്കി മാറ്റും. മുറിയപ്പെടുന്നതിന് മുമ്പ് അനേകർക്ക് തണൽ നൽകിയിരുന്നു, അനേകം ഫലം കായ്ച്ചിരുന്നു, മറ്റുള്ളവർക്ക് വൃക്ഷം മധുരം നൽകിയിരുന്നു. എന്നാൽ മുറിച്ചു മാറ്റി ജനം മുറിയപ്പെട്ട അവസ്ഥയെ നോക്കി, മുറിയപ്പെട്ട കുറ്റിയെ നോക്കി, ഇവിടെ വലിയൊരു വൃക്ഷമുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഇല്ല എന്ന് പറയപ്പെടുന്നത് പോലെ താങ്കളെ നോക്കി മറ്റുള്ളവർ ഒരു കാലത്ത് നന്നായി ജീവിച്ചു, ഇപ്പോൾ ശൂന്യനാണ് എന്ന് പറയപ്പെട്ട അവസ്ഥയിലായിരിക്കാം. എന്നാൽ നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. ഭക്തനായ യോസേഫിന് മുറിയപ്പെട്ട അനുഭവങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും ഉയരാതിരിക്കുവാനായി പൊട്ടക്കിണറ്റിൽ സഹോദരങ്ങളിട്ടു. എന്നാൽ വാഗ്ദത്തമുള്ള യോസേഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്നു. പോത്തിഫറും ഭാര്യയും ചേർന്ന് ഭക്തനായ യോസേഫിനെ കാരാഗൃഹത്തിലാക്കി. ഒരിക്കലും ഉയരാതിരിക്കുവാൻ തക്കവണ്ണം അനേക വർഷങ്ങൾ ജയിലിൽ കിടന്ന് ഭക്തനായ യോസേഫ് നശിച്ചു പോകുമെന്ന് എല്ലാവരും വിധി എഴുതിയപ്പോൾ അവിടെ നിന്നും ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. മിസ്രൈമിൽ തഴച്ചു വളരുന്ന മുന്തിരിയാക്കി, മിസ്രൈമിലെ രണ്ടാമനാക്കി, മിസ്രൈമിലെ ഭക്ഷ്യവകുപ്പിൻ്റെ മന്ത്രിയാക്കി,
ഭക്തനായ യോസഫിനെ ദൈവം ഉയർത്തിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഏതു പ്രതികൂലങ്ങളിലും തളർന്നു പോകാതെ ധൈര്യമായിരിക്കുക. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കുന്ന ദൈവകരമുണ്ട്. മുറിയപ്പെട്ട അവസ്ഥയിൽ നിന്നും അഹരോൻ്റെ വടി തളർത്തു, പൂത്തു, ബദാഫലം കായ്ച്ചു എന്ന് പറയപ്പെടുന്നത് പോലെ, ജീവനില്ലാത്ത വടി ജീവനിട്ടതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കളുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. അസാധാരണമായ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷിയായി തീരുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.